ഹലോ, നമസ്കാരം. ആഹ്, ഭയങ്കര പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് സിനിമ കാണാൻ വേണ്ടി പോയി എന്ന് പറയുമ്പോഴേ കുറച്ച് ആളുകളെങ്കിലും പറയാറുണ്ടല്ലോ, എന്തിനാണ് അത്രയും പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് കാണാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെടാതെ പോകുന്നതെന്നൊക്കെ. ആക്ച്വലി ഈ പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത് ഒരു 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 വികാരമല്ലേ. നമ്മുടെ അടുത്ത് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുക, കുറച്ചുകൂടിയും പ്രതീക്ഷിക്കുക, കുറച്ചുകൂടിയും പ്രതീക്ഷിക്കുക എന്ന് നമ്മൾ ഫോഴ്സ്ഫുള്ളി പറഞ്ഞ് പ്രതീക്ഷ ഉണ്ടാക്കുന്നതല്ലല്ലോ. നമുക്ക് ഒരു സിനിമയുടെ കേസിൽ പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല ഈ പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു സിനിമയോടുള്ള വിശ്വാസം എന്ന് പറയുന്ന സംഗതി. ഇപ്പോൾ റെട്രോൻ്റെ കേസിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. ഞാൻ ഭയങ്കര ആക്രാന്തത്തോട് കൂടിയിട്ട് കാണാൻ ചെന്നൊരു സിനിമയാണ്. പക്ഷെ എനിക്കത് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. ആവറേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാർത്തിക് സുബരാജ് എന്ത് പറ്റി, വാട്ട്സ് ഹാപ്പനിങ്? ഞാനാ ചിന്തിക്കുന്നത്. എനിക്കിപ്പോഴും കാർത്തിക് സുബരാജിനെ ഇഷ്ടം കേട്ടോ. ആള് അടിപൊളിയാണ്, നല്ല ഗംഭീര ഡയറക്ടറാണ് പുള്ളി. എനിക്ക് പുള്ളിയുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് കണ്ടിരിക്കാൻ. അങ്ങനെയാണ് പുള്ളി. പുള്ളിയുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളാണെന്നുണ്ടെങ്കിലും നല്ല ഗംഭീര സിനിമകളായിരുന്നു. ഒന്നും പൊട്ടിയിട്ടില്ലല്ലോ, ഹിറ്റ് സിനിമകളല്ലേ. അപ്പോൾ പുള്ളി സൂര്യനെ വെച്ചിട്ടൊരു സിനിമ എടുക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് സൂര്യയുടെ റേഞ്ച് നമുക്കറിയാം, കാർത്തിക് സുബരാജിൻ്റെ റേഞ്ച് നമുക്കറിയാം. അപ്പോൾ ഇവർ ഒരുമിച്ച് വരുന്ന സമയത്ത് എജ്ജാതി ആയിട്ടായിരിക്കുമെന്ന് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതും വെച്ചിട്ടാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ബട്ട് എന്തോ അത് പണിവാളി. കാർത്തിക് സുബരാജിൻ്റെ കരിയറിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീക്കായിട്ടുള്ളൊരു ഹൈറ്റായിട്ട് മാറുകയും ചെയ്തു. സൂര്യയെ വെച്ചെടുത്തിട്ട് അതാണെന്ന് എനിക്ക് എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് അതാണ്. സൂര്യയുടെ കേസിലാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നത്. കാർത്തിക് സുബരാജിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഹിറ്റുകളുണ്ട്. സൂര്യയെ വെച്ചിട്ട് റെട്രോ ചെയ്ത സമയത്ത് ഈ സാധനം പോയി എന്നുള്ളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ അടുത്ത പടത്തിലേക്ക് വരുമ്പോൾ കാർത്തിക് സുബരാജ് പിടിക്കുകയായിരിക്കും. പക്ഷെ സൂര്യയുടെ കേസിലേ ഇതിൽ സൂര്യയെ കുറ്റം പറയാനൊന്നുമില്ല. സൂര്യ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് പുള്ളി ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. കങ്കുവിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല പറയാന്നുള്ളൊരു അവസ്ഥയെങ്കിലും പറയാം. പുള്ളി അതിൻ്റെ അകത്ത് മെനക്കെട്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് സാറ്റിസ്ഫാക്ഷൻ ഒരു തരത്തിലും തരാത്തതാണ്. ആ ഒരു ക്യാരക്ടർ പോലും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല കങ്കുവയിൽ. പക്ഷെ റെട്രോന്റെ കേസിൽ സൂര്യനെ ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല, അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താണ് കാര്യമുള്ളത്? അതാണ് സൂര്യയുടെ കഷ്ടകാലം തന്നെ പറയാം. അതാണ് അത്രയും നാള് ഹിറ്റും കൊടുത്തുകൊണ്ടിരുന്ന കാർത്തിക് സുബരാജ് സൂര്യനെ വെച്ച് പടം എടുത്ത സമയത്ത് സംഗതി ഇങ്ങനെ ഒരു ആവറേജ് ലെവലിലേക്ക് പോയി എന്നുള്ളൊരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സൂര്യയുടെ കഷ്ടകാലത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്ര ആളുകൾക്ക് അതിലേക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിയില്ല. ഞാനും അതിലേക്ക് ഭയങ്കര വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞു പോവുകയാണ്, അവസ്ഥ കാണുമ്പോൾ പറഞ്ഞു പോവുകയാണ്. എത്ര നാളായി ഇപ്പം കംബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ഗംഭീര പണിയറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ കൂടെ പോയി ചെയ്തിട്ട് പോലും പുള്ളിക്കൊരു ഭയങ്കരമായ പോസിറ്റീവ് റെസ്പോൺസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയില്ലോ എന്ന് ആലോചിക്കുന്ന സമയത്താണ് വിഷമം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സൂര്യയുടെ ക്യാരക്ടർ മോശമായിട്ട് പെർഫോം ചെയ്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ആസ് എ ഫാൻ വിഷമം തോന്നേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് പുള്ളി പണിയെടുത്തിട്ടുണ്ടെന്നേ, ആത്മാർത്ഥമായിട്ട് സൂര്യ പണിയെടുത്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനത്തെ മറ്റേ പരിപാടിയെ കുറിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. ഇതിൻ്റെ അകത്ത് തുടക്കത്തിലുള്ള കുറേ പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്, അത് ഗംഭീരമായിരുന്നു, അത് നന്നായി ചെയ്തിട്ടുണ്ട് പുള്ളി. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് പോയി. അതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറ്റുന്നതെന്നുള്ളത്. ഡയറക്ഷനും കൊള്ളാം, പക്ഷെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ പരിപാടികളൊക്കെ ആകെ വീക്കായി. അത് സൂര്യക്ക് വിനയായി. ഇപ്പോൾ കങ്കുവ വന്നതായ സമയത്ത് ശിവയോട് വല്ലാത്തൊരു ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ ശിവ എന്നുള്ളൊരു അവസ്ഥയൊക്കെ ആയിരുന്നു. ഇതിലേക്ക് കേസ് വരുന്ന സമയത്ത് കാർത്തിക് സുബരാജിനോട് ദേഷ്യമൊന്നും തോന്നുന്നില്ല, വിരോധമൊന്നും തോന്നുന്നില്ല, ഒരു സങ്കടം തോന്നുന്നുണ്ട്. എന്താ പറ്റുന്നതെന്നുള്ളത്. അത്രയും നാൾ ഹിറ്റും കൊടുത്ത് സൂര്യ വെച്ച് പടവും പിടിച്ച് ഇങ്ങനെ ആയി എന്നുള്ളൊരു അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ പണ്ട് തൊട്ടേ ഫാനാണ്, ഓക്കെ, സൂര്യയുടെ ഫാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ടച്ചിങ് ആയിട്ട് പറയുന്നത്. ഏഴാം അറിവിൻ്റെ ഒക്കെ സമയത്തൊക്കെ ആയിരുന്നു ആവേശം. ആ സമയത്തൊക്കെ സൂര്യ കത്തിവെക്കണ സമയം എന്തായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ മതിൽ ചാട്ടി ഓട്ടി ടിക്കറ്റ് എടുക്കുക,
രണ്ടാം തവണ പോയി കാണുക, മൂന്നാം തവണ പോയി കാണുക. അന്നൊക്കെ ഒരു ലഹരിയായിരുന്നു ഇത്. അതിൽ ബോധിധർമ്മൻ സംഭവങ്ങളൊക്കെ, പിന്നെ എന്തോരം പടങ്ങൾ. തിയേറ്ററിൽ പോയി കണ്ട പരിപാടികൾ മാത്രമല്ല ഞാൻ പറയുന്നത്. അയനായിക്കോട്ടെ, നന്ദ ആയിക്കോട്ടെ, സിൽനൊരു കാതൽ, മാട്രാൻ, ഗജിനി. നിങ്ങൾ ആലോചിച്ച് സൂര്യ എവിടെ നിൽക്കണ നടനാ, ഏത് റേഞ്ചിൽ നിൽക്കണ നടനാണ്, ഏത് റേഞ്ചിൽ നിൽക്കണ നടനാണ്. 24 സിനിമ. അങ്ങനെ 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 ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നേ. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ആ ലെവലിലൊക്കെ നിന്നിട്ട് അവസാന ഇതാ ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ കാര്യമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് സങ്കടം തോന്നുകയാണ്. മര്യാദയ്ക്ക് ഒരു പടം കിട്ടുന്നില്ല എന്നുള്ളൊരു സ്ഥിതി. ആകെ വന്നത് ജയ് ഭീം, സൂറൈ പോട്ടർ, ഇതൊന്നും തിയേറ്ററിലും ഇറങ്ങിയില്ല. പക്ഷെ നല്ല പടങ്ങളാണ്. പക്ഷെ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വേറെ എക്സ്പീരിയൻസ് തന്നെയല്ലേ. ആ ഒരു ലെവലിലുള്ള ഹിറ്റ് പുള്ളിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു 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 അവസ്ഥയാണ് ആക്ച്വലി ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഫാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ എന്ത് കണ്ടിട്ടും ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ എവിടുത്തെ സൂര്യ ഫാനാണ്, നിങ്ങൾ ഇത്രയും നെഗറ്റീവൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ചെയ്ത ആളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഞാനുള്ള കാര്യം പറയണം, നമ്മളൊരു ഫാൻ എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ എല്ലാ സിനിമയും നമുക്ക് ഇഷ്ടപ്പെടാതെയും നമ്മൾ ജെനുവിനല്ലാത്ത ഗംഭീരെന്നൊന്നും പറഞ്ഞിട്ടുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. യഥാർത്ഥ ഫാൻ എന്ന് പറയുമ്പോൾ പടം ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ വിഷമിക്കും. അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം പറയും. അതല്ലേ യഥാർത്ഥ ഫാനല്ല. അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കലല്ലോ യഥാർത്ഥ ഫാൻ എന്നൊക്കെ പറയുന്ന പരിപാടി. എൻ്റെ ഒരു നിലപാട് അതാണ്. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത പടം വെട്രിമാറിൻ്റെ കൂടെയാണോ അടുത്ത പടം? വെട്രിമാരുടെ കൂടെ അല്ലല്ലോ, RJ ബാലാജിയുടെ കൂടെയുള്ള പടമല്ലേ, നോക്കാം. ഞാനൊന്നും പറയുന്നില്ല, കൂടുതലൊന്നും പറയുന്നില്ല. ആ സിനിമകളെങ്കിലും ഒരു ഗംഭീര കംബാക്ക് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. വരട്ടെ. എന്തായാലും കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ എന്തായാലും കങ്കുവ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഉണ്ടായ ഒരു ക്ഷീണം ഉണ്ടല്ലോ, അത് സൂര്യ ഉണ്ടാക്കിയെടുത്ത ക്ഷീണമാണെങ്കിലും സൂര്യക്കുണ്ടായ ക്ഷീണമാണെങ്കിലും കണ്ടോണ്ടിരുന്ന നമുക്കുള്ള ക്ഷീണമാണെങ്കിലും റെട്രോയിൽ ആ ക്ഷീണം മാറിയിട്ടുണ്ട്. കാരണം ഇത് ആ ലെവല് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് വരുന്ന പടം അത് കംബാക്ക് ആയിരിക്കണം, അതല്ലാതെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ലെവല് പടം ആയിരിക്കരുതല്ലോ. അതല്ലേ ഇപ്പം ലാലേട്ടൻ്റെ തുടരും സിനിമ വന്ന സമയത്ത് അത്രയും നാൾ പൊട്ടിച്ചുകൊണ്ടിരുന്നതാണ് മൂപ്പര്. പക്ഷേ തുടരും സിനിമ എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ഇതായി, ലാലേട്ടൻ കംബാക്ക് കൊടുത്ത സമയത്ത് ഒരു നെഗറ്റീവ് പോലും പറയാനിടയാക്കാത്ത ലെവലുള്ള ഒരു സിനിമയായിരുന്നു അത്. എല്ലാവരും പോസിറ്റീവായിരുന്നു, ഹൈലി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമായിരുന്നു. സോ അതിനെയൊക്കെയാണ് ഞാൻ ആക്ച്വലി ഒരു ഗംഭീര കംബാക്ക് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി കാണുന്നത്. അപ്പോൾ റെട്രോയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ആവറേജ് ആയിട്ടുള്ളൊരു ഒരു ഫീലാണ് ഉണ്ടായത്. ഒരു കംബാക്ക് സെറ്റപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇനിയൊരു കംബാക്ക് കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ടൊരു കംബാക്ക് ഉണ്ടാവട്ടെ. പിന്നെ ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓണസ്റ്റ്ലി വേണമെങ്കിൽ പറയാം, സൂര്യ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ നോക്കി സെലക്ട് ചെയ്യണം പറഞ്ഞേനെ ഞാൻ. പക്ഷേ ഈ സിനിമയുടെ കേസിൽ ഞാനത് പറയുന്നില്ല. കാരണം കാർത്തിക് സുബരാജ് പടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ ഡേറ്റ് ചോദിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ ആ ഒരു സ്ക്രിപ്റ്റ് പുള്ളി കേട്ടോ, എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുക എന്നുള്ളതിനെക്കാളും ഉപരി ആ ഒരു ഡയറക്ടറിൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെ ഒരു ആക്ടറാണെങ്കിലും ആ ഒരു ഡയറക്ടറിൽ വിശ്വസിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ ചെയ്തിട്ടുണ്ടാവുക. സോ ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കേസിൽ സൂര്യനെയും ഞാൻ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അത് അർത്ഥമില്ല കുറ്റപ്പെടുത്തുന്നതിൽ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് ഡീഗ്രേഡിങ് എന്നൊക്കെയുള്ള രീതിയിൽ ഞാനൊരു കാര്യം പറയട്ടെ, സൂര്യ ഫാൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വില കളയല്ലേ. നിങ്ങൾ വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയും പോയിട്ട് ഇങ്ങനെ ഇത് ഡീഗ്രേഡിങ് ആണെന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട, അത് ചെയ്യരുത്. അതൊരു നാണം കെട്ട പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം, അതും സൂര്യ എന്ന് പറയുന്നത് ചെറിയ നടനൊന്നുമല്ല, വലിയൊരു ആക്ടറാണ്. പുള്ളി ഒരുപാട് അംഗീകാരമുള്ള അല്ലെങ്കിൽ അത്രയും ആൾക്കാർ സ്വീകരിക്കുന്ന ഒരു ആക്ടറാണ്.
അപ്പോൾ ആ ഒരു നടൻ്റെ പടത്തിന് ജെനുവിൻലി ഒരു 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 ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാർ കഷ്ടപ്പെട്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കൊണ്ട് ആ സിനിമയ്ക്കോ ആ ആക്ടറിനെ ഒന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊന്നുമില്ല. ഡീഗ്രേഡ് ചെയ്യുന്ന കൂട്ടമൊക്കെ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ബാധിക്കാനൊന്നുമില്ല. സോ നിങ്ങൾ ഇതിൽ നെഗറ്റീവ്, ഇപ്പോൾ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരെ ഡീഗ്രേഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊരു സ്വയം വില പോകുന്ന പരിപാടിയാണ്. ആ കഥയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ എന്ത് ഡീഗ്രേഡിങ് ഒന്നുമില്ലാന്നേ. പടം ആവറേജ് ആണെന്നുള്ള സംഗതി അങ്ങ് സമ്മതിച്ച് മാറുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, നല്ല കാര്യം. ജെനുവിൻലി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അത് ഡീഗ്രേഡിങ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. പോയി അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും സിനിമകൾ ഇറങ്ങണ സമയത്ത് അവരുടെ എന്താ പറയുക, ഓവറോൾ ഒരു നെഗറ്റീവ്, എൻ്റെ പൊന്നു മേനെ, മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും പടങ്ങൾ വരുന്ന സമയത്ത് അത് നല്ല പടങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈലി ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. അവിടെ സൈഡിൽ കൂടെ ആൾക്കാർ വിട്ടാന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടാവും. പക്ഷെ അതിനെ ഒന്നും ആരും വകവെക്കാറില്ല. കാരണം എന്താണ്, തിയേറ്ററിലേക്ക് ആൾക്കാർ വന്ന് ആ നല്ല സിനിമയാണെങ്കിൽ കാണും, ആ ജെനുവിൻലി അത്യാവശ്യം പോസിറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കാണും. അല്ലാതെ ഡീഗ്രേഡിങ് കൊണ്ട് തുമ്മിയ തെറിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇവരാരും. സോ അതുകൊണ്ട് അങ്ങനെ ആരും പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് സമയം കളയണ്ട. ഡീഗ്രേഡ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? പ്രത്യേകിച്ച് ഇപ്പോൾ സൂര്യയുടെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും ഡീഗ്രേഡ് ചെയ്താലും ഒരു ഉണ്ടയും കിട്ടാനൊന്നുമില്ല. അപ്പോൾ ആരും അതിനു വേണ്ടി മെനക്കെടുത്തൊന്നുമില്ല. P1 ഹേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും എത്ര തന്നെ പേര് വന്നിട്ട് മനഃപൂർവ്വം പറയുന്നവരുണ്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു നല്ല എല്ലാം കൊണ്ടും ഗംഭീര ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാധിക്കില്ല, മനസ്സിലായ? അപ്പോൾ ഇത്ര പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഗംഭീര കംബാക്ക് വരട്ടെ. എനിക്ക് എന്താ അറിയില്ല, പണ്ടത്തെ ഈ സൂര്യയുടെ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു സാധനമുണ്ട്. അത് ഇപ്പോൾ സിനിമകളുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂര്യ ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട്. സിലിനൊരു കാതൽ, അയൺ, ഗജിനി, മഹാട്രാൻ, 24 ഒക്കെ കേസിൽ അത് മൊത്തത്തിൽ ബോക്സ് ഓഫീസ് വൈസ് ഭയങ്കര കളക്ഷൻ ഉണ്ടായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് അത് ആ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് ഒരു ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ല സാധനമായിരുന്നു അത്. ഇപ്പോൾ റെട്രോ എന്ന് പറയുന്നത് അയ്യോ എന്നല്ല ഞാൻ പറയണേ, പക്ഷേ കംബാക്ക് എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ലാഗ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. അത് ഭയങ്കര സങ്കടമായിരുന്നു അത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ സൂര്യ ആയതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരുന്നു എന്ന് മാത്രം. സൂര്യ ആയതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാം, പുള്ളിയെ നോക്കിയിരിക്കാം എന്നുള്ളൊരു കാര്യം. പുള്ളി കടന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ മേക്കിംഗ് ആണെങ്കിലും നൈസ്, അതിൽ പറയാനില്ല. ഇവിടെ സ്ക്രീൻ പ്ലേയും സ്റ്റോറിയൊക്കെയാണ് ആകെ ഷോക്കായി പോയത്. അപ്പോൾ ശരി, എന്നാൽ നമ്മുടെ വിക്രത്തിൻ്റെ കേസ് നമ്മൾ പറയണ്ടായിരുന്നു. പുള്ളി കുറേ പൊട്ടിച്ചല്ലോ. പക്ഷേ ലാസ്റ്റ് വീരാധീര സൂറൻ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. അത് അറ്റ്ലീസ്റ്റ് പോസിറ്റീവായി വന്നു. അവസാനം പുള്ളിക്ക് കിട്ടി, അവസാനം അടിച്ചു പുള്ളി. സൂര്യയുടെ കേസിൽ ഇനി വരണം. വെട്രിമാരാ വാങ്ങ. ശരി.